പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ പുതിയൊരു സ്റ്റാർട്ടിങ് തന്നെയാണ്. ഞാൻ ഹലോ എന്ന് പറഞ്ഞ് വായിക്കുന്നില്ല. സോ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സൈമണിൻ്റെ എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്ന് പറയുന്ന പാഠമാണ്. ലൈറ്റ് ഡിമ്മായി കാണും, വോൾട്ടേജ് പോയതാണ്. ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ജലദോഷം എനിക്കുണ്ട്. അതുപോലെ തന്നെ അതിൻ്റേതായിട്ട് KCBക്കാർ ലൈൻ കട്ട് എന്ന് പറയുന്ന പോലെ കറണ്ട് കട്ട് ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കറണ്ട് ബില്ല് വരുന്നതിന് യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മൾ പഠിച്ചത് ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ പഠിച്ചത് ഗെയിംസ് വരെയാണ്. അതിന് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് പഠിക്കാം. Sometimes I got annoyed if the teacher tried to get him to join in. പക്ഷേ ചില സമയത്ത് എനിക്ക് വരെ ശല്യമായിട്ട് തോന്നാറുണ്ട്. അവനെ ഇങ്ങനെ ടീച്ചർ പോ അവനോട് പോ എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ ഒരുമാതിരി തോന്നാറുണ്ട്. അത് ഇങ്ങനെ നമ്മളൊരാളെ നിർബന്ധിക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കും അത് അവർ നിർബന്ധിക്കുന്ന ആൾക്കും ഒരു വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ നീ എന്താ അങ്ങനെ ചെയ്തേ, നീ എന്താ അവരുടെ പോകത്തെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചില സമയത്ത് ദേഷ്യപ്പെടാറില്ലേ? ഇപ്പോൾ നമ്മൾ ഉമ്മായും പപ്പായാണ് പറയുന്നതെങ്കിൽ പോലും ഞാനാണേലും സ്വയം തെറ്റ് സമ്മതിക്കുന്നു. ഞാനാണേലും പറയും നിങ്ങൾ എന്തേ നീ പറയുന്ന, ഞാൻ പറയും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ആരും അങ്ങനെയല്ല എന്ന് പറയാൻ ശ്രമിക്കാൻ എനിക്കറിയാം. അപ്പം അടുത്ത് നോക്കാം. അങ്ങനെ എനിക്ക് തന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരുമാതിരി തോന്നാറുണ്ട് എന്ന് പറയാണ്. അടുത്തത്, I just wasn't sure if I wanted to have a friend like Simon. ഞാൻ ഒരിക്കലും ഉറപ്പ് പറയില്ല എനിക്ക് സൈമണെ പോലെ ഒരു കൂട്ടുകാരനെ വേണമെന്ന് ഞാൻ ഒരിക്കലും ഉറപ്പ് പറയില്ല. കാരണം നമ്മളെ കൂടെ എല്ലാത്തിനും ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരാളെ ആയിരിക്കുമല്ലോ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണക്കാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ഇൻട്രോവേർട്ടായിട്ട് വളരെയധികം വെരി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളെയും നമ്മൾ അങ്ങനെയൊന്നും ഫ്രണ്ട് ആക്കാനായിട്ട് ഉറപ്പ് പറയില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ബെസ്റ്റി എന്നൊക്കെ ഒരു ഇതിലാക്കാനായിട്ട് നമ്മൾ ഒരു ഇത് കാണിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. Then the time for the big school trip to the funfair game. അങ്ങനെ ആ ഒരു ബിഗ് സ്കൂൾ ട്രിപ്പ്, നമ്മൾ ലാസ്റ്റ് ഉള്ള സ്കൂൾ ട്രിപ്പ് പോവല്ലോ. ബട്ട് എനിക്ക് താല്പര്യമില്ല അങ്ങനെ സ്കൂൾ ട്രിപ്പ് പോകാനായിട്ട്. ഞാൻ കസിൻ വൈഫാണ്. ഓക്കെ, അപ്പം എന്താ പറയുക, സ്കൂൾ ട്രിപ്പ് ഫൺഫെയറിലേക്കോ നമ്മളൊരു സ്കൂൾ ട്രിപ്പ് പോകാനായിട്ട് ആ ഒരു സ്കൂൾ ട്രിപ്പിൻ്റെ ആ ഒരു സമയം വന്നു. ഫൺഫെയർ മീൻസ് ഈ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ല, ലൂല് ഫൺടൂറ ഇല്ലേ, ഫൺടൂറ. ആ ഫൺടൂറ പോലെ ഉള്ള ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ ഫൺഫെയർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ബലൂൺ ഷൂട്ടിങ്, പിന്നെ മറ്റേ ഒരു വെൻഡിങ് മെഷീനിൽ പാവയൊക്കെ എടുക്കുന്ന സാധനം കണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ജോയിൻറ്റ് വീല് അവിടെയൊക്കെ പോണെന്ന ആ ഒരിത് നമ്മൾ നോക്കിയതോട്ടെ. ഹെറ്റ് നിൽക്കുന്ന നോക്കൂ ഗൈസ്, ഹെറ്റ്. അപ്പം ഓക്കെ, അടുത്തത് ആ ഒരു സമയം എത്തി. All the boys and girls had to pair up and find someone to sit with on the bus. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബോയ്സും ഗേൾസും ഓരോ പേരാവാൻ തീരുമാനിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോയ് ഒരു ഗേളും, സോറി ഗൈസ്, ബോയും ഗേളും അല്ല, അതൊന്നും ഒരു സ്കൂളിലും സമ്മതിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഗേളും ബോയും അങ്ങനെ സീറ്റിംഗ് ഓർഡറിൽ ഇരിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ബെസ്റ്റീസ് ഉണ്ടാവുമല്ലോ, നമ്മളൊക്കെ ഒരു വൈബിനൊത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, ആ ആളുടെ കൂടെ പോയിരിക്കാനായിട്ട് തുടങ്ങി. ബസ്സിലിരിക്കാനായിട്ട് സീറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഹെറ്റ് ആണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് അവിടെ ഇരിക്കാനും കാണില്ല കേട്ടോ, അഹങ്കാരി. അപ്പം അടുത്തത് നോക്കാം. Sit on the bus. Why don't you and Simon pair together today? Asked our teacher. എന്താണ് നമ്മളെ ടീച്ചർ എന്നോട് ചോദിക്കുകയാണ്, നീയും സൈമണും എന്താ ഒരു പേരാവാത്തെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ മാത്യുവിന് അത്ര ഇഷ്ടമല്ല സൈമണോട് ഇരിക്കുന്നത്. കാരണം സൈമൺ ഒന്നും മിണ്ടില്ല, സൈമൺ ഒന്നും അലക്കില്ല, സൈമൺ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വായും പൂട്ടിയിരുന്നാൽ ആർക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടില്ല. ഒരു ടൂറൊക്കെ പോവാണെങ്കിൽ DJ ഒക്കെ വായു പിടിച്ച് പോവണ്ടേ. അപ്പം അതിനൊന്നും ഈ സൈമൺ കൂട്ടുവരുത്തില്ല, അതാണ് സംഭവം. അപ്പം അങ്ങനെ ചോദിച്ചു. So Simon and I sat together on the way to the fun fair. അങ്ങനെ ഈ മാത്യുവിന് ഇഷ്ടമില്ലാതെ ആണെങ്കിൽ പോലും ടീച്ചർ പറഞ്ഞ സ്ഥിതിക്ക് സൈമന്റെ കൂടെ മാത്യു ചെന്ന് അങ്ങിരുന്നു.
Simon took out his sandwiches. Do you like sandwiches? I asked him. സൈമൺ അവൻ്റെ സാൻഡ്വിച്ചുകൾ പുറത്തെടുത്തു. പക്ഷേ ബസ്സിൽ തിന്നാണ്. നമ്മളാണേലും ചിപ്സ്, ലേസ്, മിച്ചർ, പിന്നെ ബബിൾ ഗം, മുട്ടായി, ചോക്കി എല്ലാം വാരി ബാഗി ഇട്ടുകൊണ്ടൊരു കൊട്ട കണക്കിനായിരിക്കും പോകുന്നത്. അപ്പം അങ്ങനെ ഉള്ളതിൽ അവൻ അവൻ്റെ സാൻഡ്വിച്ച് എടുത്തു ഇങ്ങനെ. അപ്പം അതെടുത്തു. എന്നിട്ട് ഡു യു ലൈക്ക് സാൻഡ്വിച്ചസ്? ഐ ആസ്ക്ഡ് ഹിം. നിനക്ക് സാൻഡ്വിച്ച് ഒക്കെ ഇഷ്ടമാണോ സൈമൺ എന്ന് ഇങ്ങനെ മാത്യു അവനോട് ചോദിച്ചു. ഡു യു ലൈക്ക് സാൻഡ്വിച്ചസ്? ഹി റിപ്പീറ്റഡ് ആൻഡ് ദെൻ ഹി ഹാൻഡഡ് മീ ഹിസ് ലഞ്ച് ബോക്സ് ടു ഷെയർ ദം വിത്ത് മീ. എന്താണ്, അവനങ്ങനെ ഒരു നിസ്സഹായമായ അവസ്ഥയിലൂടെ ഒരു നിഷ്കളങ്കമായ മുഖത്തോടു കൂടി നിനക്ക് സാൻഡ്വിച്ച് ഇഷ്ടമാണോ എന്ന് അവനോട് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചു. നമ്മളിങ്ങനെ ചോദിക്കില്ല, നമ്മളിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കളിക്കൂലേ, ആ സംഭവം തിരിച്ച് അവനോട് ചോദിച്ചു. എന്താണ്, എന്നിട്ട് അവൻ്റെ ലഞ്ച് ബോക്സ് എന്നിലോട്ട് നീട്ടി നമുക്ക് രണ്ടുപേർ കൂടെ ഷെയർ ചെയ്ത് കഴിക്കാം എന്നുള്ള രീതിയിൽ. താങ്ക്സ് സൈമൺ, ഐ സെഡ്, ബട്ട് സൈമൺ വാസ് ബിസി ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ. സൈമണോട് അവൻ താങ്ക് യു പറഞ്ഞു, മാത്യു താങ്ക് യു പറഞ്ഞു, താങ്ക് യു എന്നിങ്ങനെ പറഞ്ഞു. ബട്ട് സൈമൺ എന്തായിരുന്നു, സൈമൺ പുറത്തോട്ട് ഇങ്ങനെ വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തത്, later that day while Simon and I were waiting in the queue for our ice cream. നമ്മൾ രണ്ടുപേരുടെ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് നമ്മളെ ക്യൂവിൽ വെയിറ്റ് ചെയ്യായിരുന്നു. Horrible Hetty marched over to the ice cream van. എന്താണ് horrible Hetty ഉണ്ടല്ലോ, ഒരു അഹങ്കാരിച്ച് പിടിച്ച പെൺകുട്ടി. അവള് ക്യൂവിൻ്റെ ഇടയിൽ കൂടെ തലക്കേറി ഐസ്ക്രീം വാങ്ങിയോളൂ. And next she said in a mean voice. mean voice എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഹങ്കാരമായ ശബ്ദത്തോടെ ഇങ്ങനെ, ഞാനാണ് അടുത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കയറി. അടുത്തത്, she started pushing her way in front of us to the top of the queue. എന്താണ്, അവളിങ്ങനെ തള്ളാൻ തുടങ്ങി. അവൾക്ക് ഫസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ തള്ളാൻ തുടങ്ങി. സൈമൺ suddenly shouted no very loudly. സൈമൺ പെട്ടെന്ന് വളരെ ഉറക്കെ എന്ന് പറഞ്ഞു, നോ, നീ അങ്ങനെ ഇപ്പൊ കയറണ്ടടി എന്നിങ്ങനെ പറഞ്ഞു. Hetty got such a fright. Her pigtails flew up in the air. എന്താണ്, കണ്ടോ, ഇതാണ് സൈമൺ. ദിസ് ഈസ് സൈമൺ. ക്ലിയർ അല്ല. എന്താണ്, പെട്ടെന്ന് ഹെറ്റി ഞെട്ടിപ്പോയി. ഇങ്ങനെ എൻ്റെ അടുത്ത് ഇതാണ് ആരെയൊന്നും പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ ആയിപ്പോയി. ഓക്കെ, വാ പൊളിച്ച് അവിടെ നിന്നു. പിക്ടേൽസ്, പന്നിവാല് പോലത്തെ പിന്നിയിട്ട മുടി, അതാണ് അർത്ഥം. ഓക്കെ, പിക്ടേൽസ് മീൻസ് മാത്യു ആണല്ലോ പറയുന്നത്. അപ്പം മാത്യുവിന് അവളെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് അവളെ പന്നിവാലെന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പം അവളുടെ ആ ഒരു മുടി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പൊങ്ങി നിന്നു, ഇങ്ങനെ ഷോക്ക് അടിച്ചപ്പോൾ. അടുത്തത്, she quickly turned around and ran off. പെട്ടെന്ന് അവൾ തിരിഞ്ഞ് ഒരൊറ്റ ഓട്ടം ഓടി. അപ്പം ഇന്നതുവരെ പഠിച്ചാൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.